ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു നല്ല അടിപൊളിയൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഞാൻ ബട്ടർ ഇട്ടത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ടു. പിന്നെ 3 അല്ലി വെളുത്തുള്ളി അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ബട്ടറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്ന അത്രയും രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ബട്ടറും ഇതും കൂടെ വേവുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട്, അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഞാനിതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫ്ലോർ ആഡ് ചെയ്താൽ മതി, നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം. ഞാൻ അളവ് പറയുന്നില്ല, ജസ്റ്റ് അതൊന്ന് വഴന്ന് ജസ്റ്റ് ഒന്ന് കുറുക്ക് പോലെ വന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നൊരു പരുവല്ല, അതുപോലെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഒരു കിഴങ്ങ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഉണ്ടാക്കി അതിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിരുന്നു, അപ്പം ഞാനതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇത് കോൺഫ്ലോർ ഇടുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കിഴങ്ങ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. കിഴങ്ങ് പല രീതിയിൽ ഇപ്പോൾ വെറൈറ്റി കുറേ ഫ്രൈ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനതൊരു ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേയിലോട്ട് മാറ്റിയിട്ട് കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ നടുക്ക് ഒരു കുഞ്ഞു കുഴി പോലെ നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ചെറിയ രീതിയിൽ ഉണ്ടാക്കുകയാണ്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും, ഭയങ്കര അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഉഴുന്നുവടയൊക്കെ ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ? അതുപോലെ ഉഴുന്നുവട ആർക്കാ ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മളിത് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്താണെങ്കിലും എടുക്കാം, എയർ ഫ്രൈ ചെയ്യാം, ഓയിൽ അധികം വേണ്ട. ഇപ്പം ഞാൻ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് വഴി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ റെസിപ്പി സിമ്പിളല്ലേ, എന്ത് പെട്ടെന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോയ്ക്കായി താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.